കേരള ബജറ്റിൽ വലിയ വിവാദമായേക്കാവുന്ന ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, കന്യാസ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവരികയാണ്. ഒരു മതേതര സർക്കാരിന് ഇത്തരത്തിൽ മതസ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പെൻഷൻ കൊണ്ടുവരാമോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. പറയുന്ന കാരണം, കന്യാസ്ത്രീകളുടെ ജീവിതം, പ്രത്യേകിച്ചും വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ്. അവർ ഏത് സഭയുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ഏത് മഠവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നോ അങ്ങനെ പ്രവർത്തിച്ച് അവർ അവരുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം മുഴുവനും അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട്, അതായത് ആ സഭയുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആ മഠം മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു പോവുകയാണ്. അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി അവരുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞ് വൃദ്ധാവസ്ഥയിൽ എത്തുമ്പോൾ പിന്നെ അവർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പലരും പല മഠങ്ങളിലും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു കന്യാസ്ത്രീ ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഈ അഭിമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം, ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. കന്യാസ്ത്രീകളെ കൃത്യമായിട്ട് വയസ്സ് ചെന്ന വൃദ്ധാവസ്ഥയിലായ മറ്റാർക്കും സംരക്ഷിക്കാൻ കഴിയാത്തവരെ കണ്ടെത്തി അവർക്ക് സാമൂഹിക പെൻഷൻ കൊടുക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുക തന്നെ വേണം. എന്നാൽ ഇത് കേവലം കന്യാസ്ത്രീകളിൽ മാത്രം ഒതുക്കിയാൽ മതിയോ? ഇത് മറ്റ് മതവിഭാഗങ്ങൾക്കും കൂടി ബാധകമാക്കണ്ടേ? ഇതുപോലെ ഹിന്ദു, മുസ്ലിം മതവിഭാഗങ്ങളിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സന്യാസിനിമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടി കാര്യം പരിഗണിക്കേണ്ടേ സർക്കാർ? തീർച്ചയായിട്ടും വേണം. ഈ മുസ്ലിം മതവിഭാഗത്തിൽ അത്തരത്തിൽ സ്ത്രീകൾ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അവിടെ കൂടുതലും പുരുഷന്മാരാണ് ഈ മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അവർക്ക് മദ്രസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ഷേമനിധിയും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് വയസ്സുകാലത്ത് ഒരു പെൻഷൻ കിട്ടാനുള്ള അർഹത അതിലൂടെ സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഹിന്ദു മതവിഭാഗത്തിലെ സന്യാസിനിമാർ നിരവധി മഠങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ അമൃതാനന്ദമയി മഠം ഉൾപ്പെടെയുള്ള നിരവധി മഠങ്ങളുണ്ട്. ശിവഗിരി മഠമുണ്ട്, അതുപോലെ വാഴൂർ ആശ്രമമുണ്ട്, തീർത്ഥപാദ പരമ്പര, ഇവിടങ്ങളിലൊക്കെ സന്യാസിനിമാർ ഉണ്ട്. ഈ സന്യാസിനിമാർ വയസ്സ് ചെന്നാൽ അവർക്കും ഈ പെൻഷൻ ബുദ്ധിമുട്ടനുഭവിക്കുന്ന, ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന, മറ്റാരും നോക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയുന്ന സന്യാസിനിമാരുണ്ടെങ്കിൽ അവർക്കും കൂടി പെൻഷൻ കൊടുക്കേണ്ടതല്ലേ സർക്കാർ? ഇതേക്കുറിച്ച് പക്ഷേ ബജറ്റിൽ ഒന്നും തന്നെ പറയുന്നില്ല. ഇവിടെ കൃത്യമായിട്ടും ഈ ഹിന്ദു സംഘടനകൾ ഇതിനെക്കുറിച്ചൊരു ആക്ഷേപവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് പിണറായി സർക്കാർ ചെയ്യുന്ന ഒരു ഗിമ്മിക്കാണ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നാണ് അവരുടെ ആരോപണം. ആ ആരോപണത്തിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംശയം തോന്നും. അവിടെ ഈ പറഞ്ഞതുപോലെ സർക്കാർ ഒരു മതേതര സർക്കാരാണ്, മതനിരപേക്ഷ സർക്കാരാണ്. എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ തുല്യമായി കാണേണ്ടതാണ് സർക്കാരിൻ്റെ കടമ, ഉത്തരവാദിത്വം. അവിടെ സർക്കാർ ഒരു മതവിഭാഗത്തിലെ സന്യാസിനിമാർക്ക് മാത്രം പെൻഷൻ കൊടുക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കണം. അവർക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ ക്ഷേമ ആനുകൂല്യങ്ങളും നൽകണം. അതിനാരും എതിരല്ല. പക്ഷേ അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാകുമ്പോഴാണ് ഈ ഒരു ചോദ്യം ഉയരുന്നത്. സർക്കാർ അവിടെ പക്ഷപാതിത്വം കാണിച്ചു എന്ന ഒരു തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടാകും. അതിപ്പോൾ ഹിന്ദുക്കളിൽ മാത്രമല്ല സന്യാസിനിമാരുള്ളത്, ബുദ്ധമതത്തിലുണ്ട്, ജൈനമതത്തിലുണ്ട്,
അതുപോലെ തന്നെ ഈ ഹിന്ദുമതത്തിൽ വിവിധ വിഭാഗങ്ങളുണ്ട്. അതിനകത്തൊക്കെ ഈ പറഞ്ഞതുപോലെ സന്യാസിനിമാരുണ്ട്. ശ്രീരാമകൃഷ്ണ ആശ്രമം നമുക്കറിയാം, അവരുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഭാഗമായി തങ്ങൾ ഒരു മതത്തിലും പെട്ടവരല്ല എന്ന് പണ്ട് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അതിലെ സന്യാസിനിമാരെ സർക്കാർ ഏത് വിഭാഗത്തിൽ പെടുത്തും? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. സർക്കാർ ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് നല്ലത് തന്നെ, അത് നടപ്പാക്കുകയും വേണം. ഇതിവിടെ നടപ്പാക്കുമോ ഇല്ലയോ എന്ന ചോദ്യം വേറൊരു വശത്ത് ഉയരുന്നുണ്ട്. കാരണം കയ്യിൽ നയാ പൈസ ഇല്ല. പണ്ടൊരു പാട്ടുണ്ടല്ലോ, നയാ പൈസ ഇല്ല, കയ്യിൽ നയാ പൈസ ഇല്ല, നഞ്ച് വാങ്ങി കഴിക്കാൻ പോലും നയാ പൈസ, എന്ന് വെച്ചാൽ വിഷം വാങ്ങി കഴിക്കാൻ പോലും കയ്യിൽ നയാ പൈസ ഇല്ല. ഈ ഒരു അവസ്ഥയിലാണ് കേരള സർക്കാരും കേരള ഖജനാവും. പക്ഷേ പ്രഖ്യാപനങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. അത് ഇങ്ങനെ നിർബാധം നടക്കുന്നുണ്ട്. 5 വർഷം മുമ്പ് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് നടത്തിയ പ്രഖ്യാപനങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ ഇതാ 5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ ബജറ്റിലും അവിടെയും ആ പ്രഖ്യാപനങ്ങൾ അതേപോലെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തിനാണ് ഈ പ്രഖ്യാപനങ്ങളിൽ മാത്രം സർക്കാർ ഒതുങ്ങുന്നത് എന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമാണ്. ഇരിക്കട്ടെ, സന്യാസിനിമാരുടെ കാര്യത്തിലേക്ക് വരാം. അത് ബുദ്ധിമുട്ടനുഭവിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളിലെ സന്യാസിനിമാർക്കും ഇതുപോലെ സർക്കാർ ഒരു പെൻഷൻ ഏർപ്പെടുത്തിയാൽ അത് നല്ലതാണ്. മറിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമാകുമ്പോൾ അത് വലിയ അസ്വാരസ്യങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കും. തീർച്ചയായിട്ടും ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സന്യാസിനിമാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയും. അതിനുള്ള നിയമമുണ്ട്. അതിനൊന്നും ആരും എതിരല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പുറത്ത് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നവരെയും സർക്കാർ പരിഗണിക്കണം. അപ്പോഴേ സർക്കാർ എല്ലാവരുടെയും സർക്കാരാവുകയുള്ളൂ. മറിച്ച് സർക്കാർ പ്രീണനം നടത്തുന്നു എന്ന ആക്ഷേപം വളരെ ശക്തമാകും. അത് വോട്ടിന് വേണ്ടി ചെയ്യുന്നത് കൂടിയാണ് എന്ന് വരും. അത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഒട്ടും തന്നെ ഭൂഷണമല്ല. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.